ഹലോ ഗായ്സ് വാട്സപ്പ് എല്ലാ മച്ചാമാർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കളിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഗൈസ് കുറച്ചധികം പരിപാടി ഉണ്ട് ഗൈസ്. അതായത് ഇന്ന് ഗൈസ് നമുക്ക് കുറച്ച് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഗൈസ്. അതായത് വേറെ പരിപാടികളൊന്നും ഇല്ല ഗൈസ്. നമുക്കിന്ന് നമ്മുടെ ഗ്ലാസ് ഫുള്ള് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളുണ്ട്. ചാനൽ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഇന്ന് വെറുതെ താഴെ തൊട്ടാ വെക്കാനുള്ളത് ഗൈസ്. ഒരു ഗോൾഡൻ ബിഡും കൂടി ഇട്ട്, ഒരു മിനിറ്റ് ഇതെടുത്ത് ഇത് പൊട്ടിച്ച് അത് സാധനമുണ്ട്. തൽക്കാലം ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഈ ഗോൾഡൻ ബിഡ് വേണ്ട, വെള്ള ബെഡ് മാറ്റി നമുക്ക് ഗോൾഡൻ ബെഡ് വെക്കാം. ഓ ഏതാ റിസ്പോൺ പോയിന്റ് സെറ്റപ്പ് ചെയ്തേക്കാം. ഇവിടെ സ്ഥലമില്ല. അയ്യോ പൊട്ടിച്ചത് ബെഡ് എടുത്തേക്കാം. നമുക്ക് ആവശ്യമുള്ളത് സ്റ്റോൺ വേണം. ഈ ഒരു പിക്കാക്സ് മതി, ലൈഫ് പറഞ്ഞ പിക്കാക്സ് മതി. പിന്നെ ഒരു സോഡ്, ഈ ആക്സ് വേണം. ഫുഡുണ്ട്, എല്ലാം ഉണ്ട്, അയ്യനുണ്ട്. ഞാൻ ഇതിനടുത്ത് താഴെ കൊണ്ടുപോയി വെക്കാൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ താഴെ ഉണ്ടോ? ഇല്ല, അപ്പം അതെടുത്തേക്കാം. പിന്നെ കുറച്ച് സ്റ്റോൺ നമുക്ക് ഇവിടെ ഉണ്ടാകും. ഒരു സ്റ്റോൺ ഉണ്ട്. വേറെ ഒന്നും വേണ്ട ഗൈസ്. ഒരു സ്റ്റാക്ക് കൂടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇതും എടുത്തേക്കാം ഗൈസ്. ആവശ്യമുണ്ട് ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇത് രാത്രി തന്നെ ഇവർ തണ്ടർ സ്റ്റോമിൽ രാത്രി അല്ലേ ഉള്ളത്. നമുക്ക് ഫുൾ കഴിച്ച് നമ്മൾ വുഡിൻ്റെ നമുക്കിനി ആവശ്യമേ ഇല്ല. തൽക്കാലം ഇത്രയും മതിയില്ലേ. ബാക്കിയെടുത്ത് വുഡ് ചോദിച്ചാൽ പേർക്ക് ഇതിനിപ്പോൾ ആവശ്യമില്ല. ഒരു സ്റ്റാക്ക് ഓർഡർ തന്നെ നമ്മളുണ്ട്. ഒരു എന്തൊക്കെയാണ് വേണ്ടത് താഴെ കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, താഴെ കൊണ്ടുപോയി ഫർണസിൽ നമുക്ക് സാൻഡ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കേസ് ഞാൻ ഇച്ചിരി ഞാൻ വെച്ച് മൈനിങ് ഒക്കെ ആയിട്ട് താഴത്തേക്കൊക്കെ പോകും. താഴത്ത് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഡയമണ്ടാണ് കണ്ടുപിടിച്ചിരുന്നു ഗൈസ്. പക്ഷേ ഡയമണ്ട് കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. അത് ഒരു ക്രീപ്പർ പൊട്ടിത്തിരിച്ച് ചത്തേക്ക് ആ വീഡിയോ ഇടാതെ കരുതിയതാണ്. പക്ഷേ എന്തോ കാരണം ഫയൽ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ വഴിയെ ഇടുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഒരു ഇത് പിടിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഫാർനസ് ക്രിയേറ്റ് ചെയ്യണം. ഫാർനസ് കറക്റ്റ് ഒരു ഫാർനസിനുള്ളതുണ്ട് ഗൈസ്. ഫാർനസ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സാൻഡ് സ്മെൽ ഗൈസ്. അപ്പോൾ ഗ്ലാസ് കിട്ടും ഗൈസ്. കുറച്ചുകൂടി സാധനം നമ്മുടെ അയ്യണൊക്കെ സെക്ഷനിൽ ഗൈസ്. അങ്ങനത്തെ വല്ല അയ്യൺ ഇവിടെ അയ്യണും നമ്മുടെ റയർ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കും. കുറച്ചും കൂടി ഒരു ഫർണസ് ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ കൂട്ടി അതിന് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇവിടെ നിന്ന് ഗൈസ് താഴത്തേക്ക് ഇതാണ് കുഴപ്പം ഗൈസ്. ഇടയ്ക്കിടയ്ക്കില്ലേ വിട്ട് പോകും. ഒരു 2 സാധനം കൂടെ വെച്ചേക്കാം. ഇത് ഇഷ്ടം പോലെ താഴത്തേക്ക് പോയി, കുറേ താഴത്തേക്ക് പോയി. അപ്പോഴേ ഡയമണ്ട് നല്ല കിട്ടിയത്. ഡയമണ്ട് കിട്ടിയതും ഒരു ക്രീപ്പറോ എന്തോ സാധനം വന്നിട്ട് നമ്മൾ ചത്ത് ഗൈസ്. അപ്പോൾ ഗൈസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം ഗൈസ്. നമുക്ക് ഇതങ്ങ് കിട്ടില്ല. പത്തെണ്ണം വേണ്ടായിരുന്നു. ഫർണാസ് 7 ഗ്ലാസ്സായി ഗൈസ്. ഒരു ഫർണാസ് ഇപ്പുറത്തെ ഇച്ചിരി ഫുഡ് സ്മെൽ ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇപ്പം എല്ലാം അല്ലേ. ഓക്കെ, 4 ഫർണാസ് ഇത് വെച്ച് താഴെ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഈ നടുക്കത്തെ സെക്ഷനിൽ വെക്കാം. അത് ചെറുതല്ലേ, പെട്ടെന്ന് ഇറങ്ങും. പിന്നെ നമുക്കൊരു വലിയ സ്റ്റോറേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇതുവരെ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടി പോയിട്ടും ഉള്ള ഗ്ലാസ് നമുക്ക് ആദ്യം ഒന്ന് എടുത്ത് സ്മെൽറ്റ് ചെയ്യാനൊക്കെ വെക്കാം. 11 ഗ്ലാസ് അക്വയർഡ്. ഇപ്പോഴത്തെ എത്ര വയസ്സുണ്ട്? 2 ഗ്ലാസ് അക്വയർഡ്.
ഓക്കെ. ഓ ഇവിടെ ഇങ്ങനത്തെ അതൊക്കെ ഗൈസ് നമുക്ക് സെറ്റപ്പ് ആക്കാം ഗൈസ്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനം വേണം ഗൈസ്. കാരണം നമുക്ക് ഈ മെലൺ കഴിച്ചിട്ട് എത്ര നാളെന്ന് ജീവിക്കാൻ പറ്റും. അതിൽ ഗ്ലാസ് വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ലേ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്താ എവിടെയെങ്കിലും എക്സ്ട്രാ വെച്ചിട്ട് പിന്നെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കൈ കിട്ടില്ല. അതാണ് ഗൈസ്. എത്ര 10-15 ഗ്ലാസ് കൂടുതൽ വേണമായിരിക്കും ഗൈസ്. ഇനി റൂഫ് നമ്മൾ ഇതാ ചെയ്തേക്കുന്നത്, കുറേ ഗ്ലാസ് വേണം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ടാക്കി വെക്കല്ലേ. അയ്യോ ഞാൻ എവിടെയൊക്കെ ചെയ്യണമെന്ന് എനിക്കൂല. നമുക്കിനി ചെറിയ ഫാം കാര്യങ്ങളൊക്കെ വേണം ഗൈസ് ഫുഡിന് വേണ്ടിയിട്ടില്ലേ. ചെറിയ ഇതങ്ങ് പൊട്ടിക്കണം. ഇത് കുറേ നാളെ ഇതെന്തിരടെ ഇത് ഫുള്ളാപ്പ ശകുനം ഭാഗ്യം പറ്റിയിരുന്നേ ഉള്ളൂ. എൻ്റെ പൊന്നാളി പോയി അവലപ്പഴ പാർക്കോർ ഈസം കാണിക്കുന്നത് പൊട്ടിക്കാൻ നിന്നത്. ഓ പെട്ടെന്ന് ഓടിക്കായിരുന്നു. പെട്ടെന്ന് ഓടിക്കൊന്ന് ബാക്കോട്ടങ്ങ് വെച്ചാൽ മതി. അല്ല നമുക്കിവിടെ ഇത്രയും വലിയ എൻട്രൻസ് കിടക്കില്ല. അപ്പോൾ ഇത്രയും വലിയ എൻട്രൻസ് കിടക്കുമ്പോൾ നമ്മൾ ആ കുരുക്ക് വരി ഇവിടെ കേൾക്കുന്നു. പക്ഷെ എന്നല്ല കഴിഞ്ഞു തേക്കുമെന്ന് പറഞ്ഞോ ഗൈസ്. നോക്കിയാൽ ഇനി സാൻഡ് വേണ്ടി വരും ഗൈസ്. ഇച്ചിരി സാൻഡിങ് തോന്നേ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇച്ചിരി സ്മെൽറ്റ് ആവും. ഓക്കെ എന്തിനാ എനിക്ക് അങ്ങനെ കളയാൻ പറ്റില്ല ഇല്ലേ. അത് ഇച്ചിരി മോശം. പിന്നെ ഫുഡിൻ്റെ ഫുള്ള് എനിക്ക് ഈ ട്രാജഡിയാണ്. ഇവിടെ അങ്ങ് വെച്ച് ഈ മോബും കാര്യങ്ങളൊക്കെ വീടുണ്ട്. ഇങ്ങനെ മൈനീശ്വരമാണ് ആയിട്ടറിയിക്കാൻ വേണ്ടി. ഓക്കെ 16 ഗ്ലാസും കൂടി ഉള്ളൂ ഗൈസ്. അവിടെ ഒരു കുറച്ച് 3 കണ്ടാ വെക്കാനല്ലേ. ഓക്കെ 3 മേളിൽ നമ്മൾ ഫുള്ള് ജില്ല് വെക്കുകയാണെങ്കിൽ നല്ല ജില്ല് കിട്ടും ഗൈസ്. പിന്നെ എനിക്ക് മരം ഒന്നും ഇഷ്ടപ്പെട്ടു. പുറത്തൊക്കെ മരം മഞ്ഞ അവിടെ ഒരു ആശാനുണ്ട്. അവിടെ ഒരു ആശാൻ ഇനി കുറച്ച് ഗ്ലാസ് കൊണ്ട് മതി കഴിച്ചിരിക്കുന്നു. നമ്മളെ മതിന്ന് തോന്നുന്നു ഗൈസ്. കുഴപ്പമില്ല. ഇത് സ്മെൽറ്റ് ആവട്ടെ. എങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ എടുത്തുള്ള ഉള്ളിൽ വെക്കാം. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കരുതി അത്ര നീട്ടി വരിക. പക്ഷേ കൂടുതലായി ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് കുറവെടുത്ത് നമ്മൾ ഇനി നമുക്ക് എന്താ ഈ പൂവ് എടുത്ത് കേട്ടിട്ടുണ്ട്. ഈ പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്താ വേണ്ടത്? ഫാമിങ് ഗൈസ്. ഫാമാണ് നമുക്കിനി വേണ്ടത്. ഫാമിന് വേണ്ടി നമുക്ക് പിന്നെ അത് ഈ സാധനം കുടിച്ച് ഒരു വില്ലേജറിൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. ആ ട്രേഡ് നമ്മൾ വില്ലേജർ രക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ളവന്മാർ നമുക്ക് സാധനങ്ങളൊക്കെ ഡിസ്കൗണ്ടിൽ തരുമെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. അതും കൂടി നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പായിട്ട് നമുക്കൊന്ന് യു ക്യാൻ സ്ലീപ്പ് നൈറ്റ്. ഇതിൻ്റെ നൈറ്റ് അല്ല, അതിൻ്റെ പകലാണ്. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ മഴ ഉണ്ടായില്ലല്ലോ. ഓക്കെ എന്താണ് ഇതുപോലെ തന്നെ ഉണ്ട് ഗൈസ്.
അയ്യോ ഒരെണ്ണം മതി ഗൈസ്. അയ്യോ അയ്യോ ഫെൻസ് ഉണ്ടാക്കുന്നു. ഞാൻ ഫെൻസും വയ്ക്കാതെ ഞാൻ കയറിയിട്ടില്ല. ഓ നമുക്കൊരു ഒരു സ്റ്റാക്കിന് ഫെൻസ് ഉണ്ടാവും ഗൈസ്. ഇഷ്ടംപോലെ ഫുഡ് ഇരിക്കല്ല. ഫുഡൊന്നൊക്കെ ഫുഡ് ഇരിക്കല്ലേ നമുക്ക് അങ്ങനെ പോവാ. ഫ്രണ്ട്സ് എവിടെ? ആ ഫ്രണ്ട്സ് സ്റ്റിക്കും വേണം. എന്തിനടെ ഇത് ഫ്രണ്ട്സിനെ കാര്യങ്ങൾ സ്റ്റിക്ക് ഉണ്ടാക്കും. തൽക്കാലം കുറച്ച് സ്റ്റിക്കും കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്കാണെന്നല്ലോ പറയുന്നത്. എവിടെ? ഓ ഇല്ല, തീർന്നു ഫുഡ്. ഉണ്ടാക്കാം. ഫുഡില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇഷ്ടം പോലെ ഫുഡ് ഇരിക്കുകയല്ലേ. നമുക്ക് ഇച്ചിരി എടുത്ത് ഉള്ളിൽ നോക്കാം. ഇപ്പം തന്നെ ഒരെണ്ണം കഴിഞ്ഞു ഗൈസ്. ഈ ഡോർ ഉണ്ടാക്കിയിട്ട് ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങിയതൊക്കെ സെറ്റപ്പ് ആക്കാം. ഓടിച്ചാടിപ്പോ. ഇനിയിപ്പോൾ രാത്രി ആയിട്ടുണ്ടാവൂലേ? ഇപ്പോഴേ നിങ്ങൾ ഉറങ്ങാൻ പറ്റണേ. ഭാഗ്യം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ചെയ്യണമല്ലോ. ഒരു ലൈക്കെങ്കിലും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്ക് ഗൈസ്. ഓക്കെ, ഇത് മഴ തീർന്നു. ഇപ്പോഴാണ് പുറത്തിറങ്ങാൻ. അപ്പം മഴ ഇല്ല. ക്രീപ്പർ ഓടിക്കോ അമ്മച്ചി. ക്രീപ്പർ ഇത് ക്രീപ്പർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട്. ഇതൊക്കെ ക്രീപ്പർ കൂട്ടിയതാണ്. ബാബാ ക്രൗച്ചല്ല മച്ചാനെ. ഓടിച്ചാടി ഗൈസ്. അവിടെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് ഒരു ദിവസം നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ക്രീപ്പറിനെ പൊട്ടി തെറിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പാരയിരിക്കും ഗൈസ്. പൊട്ടി തെറിക്കാൻ കൊണ്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടി തെറിക്കാനുള്ളല്ലേ. അത്രേ ഉള്ളൂ. താങ്ക് യു. നമ്മുടെ ബേസിന് കുറേ ദൂരെയായിട്ട് ഇനി ഇമാർക്ക് വേണ്ടി നമുക്ക് സാധനങ്ങൾ സെറ്റപ്പ് ചെയ്യാം. നമുക്ക് നെതറിലൊക്കെ പോകുമ്പോൾ ഇമാരുടെ ആവശ്യമുണ്ട് ഗൈസ്. ഇമാരുടെ 2 വെറൈറ്റി. ഓക്കെ, 1 2 3 4. ഇനി നമുക്ക് വലുതായിട്ട് സെറ്റപ്പ് ഒന്നും വേണ്ട. വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. ഒരു മിനിറ്റ്. ഡോർ ഓക്കെ. അതൊക്കെ പന്നിയാണ് ഇവിടെ. പന്നിയുണ്ട് 2 മരൊക്കെ ബ്രീഡ് ചെയ്താൽ പോയി. അത് ആ പന്നിനെ ഞാൻ വിളിച്ചുകൊണ്ടുവരാം. പന്നികളാണ് ഇവിടെ ഫുള്ള് പന്നികൾ. ഇവിടുത്തെ പന്നി എന്ത് ചെയ്യാം? വരുന്നില്ല. ആട് മാത്രമേ വരത്തുള്ളൂ അല്ലേ? വെയിറ്റ് ചെയ്ത് നമുക്ക് ആടിനെ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവർ പറയണത്. എങ്കിലെടുത്തേക്ക്. അപ്പം ഇതെടുത്താലും അവർ വരൂല. ആടെങ്കിൽ ആട്. വാ
ഒരു 10-15 ഒരു 2 ആട് ഞാൻ ആദ്യം കൊണ്ടുവരാം ഗൈസ്. എന്നിട്ട് ഇവിടെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാം നമുക്ക്. ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇവന്മാരെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കണം നമുക്ക് അങ്ങ് വന്ന് തിന്നാൻ ഗൈസ്. ഒരു 10 ഈ ബ്രീഡിങ് ഫാം ഫുള്ളും നിറയട്ടെ. ഇനി നിന്റെ അടിമ ഇവിടെ കിടന്നു, നിനക്കൊരു കൂട്ട അവിടെ ഇട്ടിട്ടും കൂടെ ഉണ്ട് ഗൈസ്. അവനെ കൂടെ വിളിച്ചിട്ട് വരാം മോനെ. എന്നാ വാ ഗൈസ്, നമുക്ക് ഇവരെയൊക്കെ കൊണ്ടുവരാം. എന്നിട്ട് ഇത് ഞാനങ്ങനെ അകത്ത് വാന്ന് അവനെയും കൂടി വിളിച്ചിട്ട് വരാം. വെയിറ്റ് ഇപ്പം ബ്രീഡാവല്ലേ. പച്ച ഇവർക്ക് ഈ ഒരു കൃഷിത്തോട്ടം മാത്രമേ ഉള്ളൂ. അവിടെയും കൃഷിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് ഈ സ്ഥലത്ത് മാത്രമേ കൃഷിക്കുള്ളൂ അല്ലാതെ. അവൻ്റെ ആ ലവിൻ്റെ സാധനം പോലെ ലവിൻ്റെ സാധനം പോയി. ഇപ്പം എന്തിനാ ഇപ്പം നമുക്കിനൊരു ഫാം ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഷീഡപ്പം എന്തിനാ? ഇന്നത്തെ വീഡിയോയിലൊക്കെ ഫുഡൊക്കെ വേണമെന്നാണ് കരുതിയത് ഗൈസ്. ഇവിടെ വേറെ ഫാം ഉണ്ടാവേണ്ടതാണ് ഗൈസ്. ഇത് വളരെ കിട്ടില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ വേറെ ഫാമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. വേഗം പോയി നോക്കിയിട്ട് വരാം. ഫുഡില്ല. ഓരോ ചിക്കനാ മട്ടനൊക്കെ കഴിക്കാൻ പെട്ടെന്ന് കൂടും. ഓടിച്ചടി പോവാലോ ചാടി പോ. നമ്മുടെ ഈ വീടിന് എന്തോ ഒരു കുറവല്ലേ എനിക്ക് തോന്നി. പോയി. ഓക്കെ യെസ്. ഇനി നമുക്ക് കുറച്ച് വീട്ടൊക്കെ ആയിട്ട് ഇവന്മാരെ പറ്റി പിരിപ്പിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു വീട്ട് ഫാമാണ്. ഇവന്മാർ ഇതൊന്നും നടക്കുന്ന പരിപാടിയില്ല. നമുക്കൊരു വീട്ട് ഫാമുകൾ ചെയ്ത് നമുക്ക് വീഡിയോ മനസ്സിൽ വൈൻഡപ്പ് ചെയ്യാൻ നോക്കണം. ഇവിടെ ഉണ്ടാവണമല്ലോ. വാട്ടർ ബക്കറി കണ്ടിരുന്നോട്ടെ. ഉണ്ട്. നമ്മുടെ കയ്യിൽ ലീശ് വെച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ റിസ്ക് എടുത്തിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യാറ്. പിന്നെ എ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. തൊഴിലിനൊക്കെ ഞാനിപ്പോൾ എവിടെ പണിയും? പോട്ടെ.
എനിക്ക് ഇത്രയും വലിയ നോക്കിയാണ് കണ്ടത്. അവിടെ തന്നെ പച്ച പിടിച്ച് കളിക്കാറുണ്ട്. ബിക്കോസ് ഇനി വെള്ളം, വേറെ വെള്ളം. ആ ചേട്ടൻ്റെ നമുക്കൊരു നടക്കുന്ന ചില വാട്ടർ സോഴ്സ് കൊടുക്കാം. താങ്ക് യു ചേട്ടാ, വെറും സോ മച്ച് സോ മച്ച് സെറ്റ്. നമുക്ക് ഇതൊക്കെ അങ്ങ് ഹോവ് ചെയ്ത് അവിടെ ഒരു ഹോവിൻ്റെ കുഴപ്പമുണ്ട്. അയ്യോ, ഓക്കെ ഗായ്സ്, നമുക്ക് ഈ 3 ഡേട്ടിൻ്റെ ഇതും കൂടെ ഉണ്ട് ഗൈസ്. നിൽക്കി ഗൈസ്, 1 2 3 1 2 3. നമുക്ക് ഈ പൊക്കത്തെ സാധനമൊക്കെ അങ്ങ് വടിച്ച് കളയാം ഗൈസ്. എന്നിട്ട് കുറച്ച് ഡേറ്റ് നമുക്കങ്ങ് എടുക്കാം ഗൈസ്. ഇതിൻ്റെ വലിയ ആവശ്യമൊന്നും ഉണ്ടായില്ല. നമുക്ക് മറ്റേ ക്രീപ്പറിനെ പൊട്ടിച്ചെറുപ്പിച്ചിട്ട് അവിടെ കുറച്ച് ഡേറ്റ് കിടക്കുന്നുണ്ട്, അത് നമുക്ക് എടുത്താൽ മതിയായിരുന്നു, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ യെസ്, 5 വിട്ടു വിട്ടു. ഓക്കെ, ഹോ എടുത്തിട്ട് ഹോ. ഓക്കെ ഗൈസ്, അങ്ങോട്ടൊക്കെ വെള്ളം വരാണ്ട്. ഇന്നൊക്കെ ഇവിടെ വെയിറ്റ്. ഫുൾ എടുക്കുന്ന മര്യാദയില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓ, ഇവിടെ ഓരോരുത്തരുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫുള്ള് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ തുടങ്ങണതും ഉറങ്ങിക്കൊണ്ട് അവസാനിക്കുന്നതും ഉറങ്ങിക്കൊണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കളിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് ഇവിടെ പേടിച്ചു ഗൈസ്. ഇന്നത്തെ വീഡിയോ എടുത്തും കാര്യങ്ങളൊക്കെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.